ഈ രണ്ടാമത്തെ ഇപ്പോൾ നെയ്യ് ആടിയ ശിഷ്ടം നെയ്യ് വിറ്റു, കറൻസി വായിക്കാത്തിട്ടു. ഇതൊക്കെ ഈ മൂത്തിട്ട് ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്നതാണ്. ആടിയ ശിഷ്ടം നെയ്യുടെ കേസ് അത് കഴിഞ്ഞ വർഷം എന്തായിരുന്നു വെച്ചാൽ ഞാൻ ഇത്തിരി വിശദമായിട്ട് പറയാം, ആളുകൾ കേൾക്കുന്നവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ. ഈ ആടിയ ശിഷ്ടം നെയ്യ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെയ്യഭിഷേകമാണ് അവിടുത്തെ ഏറ്റവും വലിയ വഴിപാട്. അപ്പോൾ രാവിലെ നെയ്യഭിഷേകം ചെയ്യാൻ നെയ്യ് ഇഷ്ടം പോലെ ഭക്തന്മാർ ഇങ്ങനെ കൊണ്ടുവരുന്നു. നമ്മൾ വീപ്പയ്ക്കകത്ത് അത് കൊണ്ടുപോകുന്നു, അഭിഷേകം ചെയ്ത് അഭിഷേക തോണിയിൽ പോകുന്നു. പണ്ടൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നെയ്യ് വാങ്ങിക്കില്ല. നമുക്ക് അരവണയ്ക്ക് നെയ്യെടുക്കും, ഉണ്ണിയപ്പത്തിന് നെയ്യെടുക്കും, പലതിനും നെയ്യെടുക്കും, ക്ഷേത്രത്തിലേക്ക് എടുക്കും, പലതിനും നെയ്യെടുക്കും. അത് ഇതിൽ നിന്ന് എടുക്കും. അതിന് വലിയ കണക്കില്ല. കാരണം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ല, ഇത് ആളുകൾ കൊണ്ടുവന്ന നെയ്യാണ്. അപ്പോൾ ഇത് എണ്ണത്തോണിയിൽ കിടക്കുന്നു, എന്നിട്ട് ബാക്കി വരുന്ന ആടിയ ശിഷ്ടം നെയ്യെന്ന് പറഞ്ഞ് ചെറിയ പാക്കറ്റിലാക്കി 100 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് ചില മേൽശാന്തിമാരും ഈ ആടിയ ശിഷ്ടം നെയ്യ് കച്ചവടമൊക്കെ നടത്തിയിരുന്നു. ഇപ്രാവശ്യം നമ്മളതെല്ലാം നിർത്തി. ഈ ബോർഡ്, ഞാൻ വരുന്നതിന് മുമ്പുള്ള ബോർഡ് തന്നെ ഒരു തീരുമാനമെടുത്തു. ഈ ആടിയ ശിഷ്ടം നെയ്യ് ഇങ്ങനെ കണ്ടമാനം ചെയ്യാനുള്ളതല്ല, അത് പ്രോപ്പറായിട്ട് വിൽക്കണം, നമ്മുടെ ആവശ്യത്തിനുള്ള നെയ്യ് അല്ലാതെ വാങ്ങണം, അപ്പോൾ കണക്കുണ്ടാവുമല്ലോ എന്ന് തീരുമാനമെടുത്ത് കൃത്യമായ തീരുമാനം. അതിൻ്റെ ഫലമായിട്ട് സാധാരണ 50 ലക്ഷം രൂപയ്ക്കെല്ലാം ഈ ആടിയ ശിഷ്ടം നെയ്യ് വിൽക്കുന്നത് ഇപ്രാവശ്യം 2 കോടി രൂപയ്ക്ക് വിറ്റിരിക്കുന്നു. പക്ഷേ ഈ തോണിയിൽ നിന്ന് വരുന്ന നെയ്യുടെ അളന്ന് തിട്ടപ്പെടുത്തുന്നതിൽ വേണ്ടത്ര ശുഷ്കാന്തി ഇല്ലാത്തത് കൊണ്ട് അതിസമർത്ഥനായിട്ടുള്ള ഈ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആ ജീവനക്കാരൻ ചില്ലറ ക്രമക്കേടുകൾ വരുത്തുകയും 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ 70,000 മാത്രം എൻ്റർ ചെയ്യുകയും ബാക്കി 30,000 അടിച്ചു മാറ്റുകയൊക്കെ ചെയ്തതാണ്. ആ സ്റ്റോക്ക് എടുക്കുന്നതിനകത്തുള്ളൊരു സിസ്റ്റത്തിൽ വന്ന വീഴ്ച കൊണ്ടാണ് അവൻ ആ ലൂപ്പ് കണക്കിലെടുത്തു, അവനെടുത്തു. ഇപ്പോൾ അതിൽ വിജിലൻസ് അന്വേഷിക്കട്ടെ, കോടതി പറഞ്ഞിരിക്കുന്നു സ്റ്റേറ്റ് വിജിലൻസ് അന്വേഷിക്കാൻ 1 മാസത്തിന്. നല്ലത് തന്നെ, നമുക്ക് അവിടെ എന്താണ് സിസ്റ്റം ഫെയിലിയർ എന്ന് മനസ്സിലാക്കും. അല്ലാതെ ഒരു TV നാഷണൽ ചാനൽ പറഞ്ഞല്ലോ ഗീ സ്കാം. ഞാൻ പറയുന്നത് ഗോൾഡ് സ്കാമും ഗീ സ്കാമും കൂടെ ഒന്നും പറയരുത്. ഡോണ്ട് കോൾ എവറിത്തിങ് എ സ്കാം. ദിസ് ഇസ് സംബഡി ഹാസ് ഡൺ സം മിസ്ചീഫ്. വിൽ ഹോൾഡ് ഹിം റെസ്പോൺസിബിൾ. അയ്യോ, അത് എളുപ്പമല്ല. കാരണം നമ്മളിപ്പോൾ 500 കോടി രൂപ എണ്ണി മാറ്റിയല്ലോ. ഏതോ ഒരുത്തിന് അത്യാഗ്രഹ മൂത്തിനെടുത്ത് വായിക്കാത്തിട്ടു. അവിടെ അതൊന്നും സാധ്യമല്ല. കാരണം ചുറ്റും ക്യാമറയാണ്.